ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, റിപ്പബ്ലിക്, മെട്രിക്സ്, ദൈനിക് ഭാസ്കർ സർവേ ഫലങ്ങൾ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രവചിക്കുമ്പോൾ ഹാട്രിക് പ്രതീക്ഷ ബിജെപി കനത്ത തിരിച്ചടി നേരിടുമെന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് മിക്ക സർവേകളും പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസും ടൈംസ് നവും കശ്മീരിൽ കേവല ഭൂരിപക്ഷം നേടി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, രണ്ടിടത്തും കോൺഗ്രസ് എന്ന നിലയിലായിരുന്നു ഇതുവരെ വന്ന ഫലങ്ങൾ. വ്യത്യസ്തമായ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം? ഇപ്പോൾ നമുക്ക് ഈ പൂർണ്ണമായും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു മുൻതൂക്കം ഹരിയാനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കാരണം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം BJP സർക്കാരിന്റെ ആ ഒരു ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ആ ഭരണത്തിന് വിരാമം വിട്ടുകൊണ്ട് കോൺഗ്രസ് അവിടെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഭൂരിഭാഗം സർവേയും ഹരിയാനയിൽ കോൺഗ്രസ് വരുന്നു എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയുകയും ചെയ്യുന്നത്. അതിൽ ഓരോ കണക്കുകൾ നമുക്ക് നോക്കുമ്പോൾ അതിലേക്ക് നമുക്ക് വരാമെന്ന് തോന്നുന്നു. ആദ്യം തന്നെ നമുക്ക് റിപ്പബ്ലിക് ഫലം നോക്കുമ്പോൾ തന്നെ ഹരിയാനയിൽ റിപ്പബ്ലിക് മെട്രിക്സിന്റെ സർവേ ഫലം നോക്കുമ്പോൾ കോൺഗ്രസ് 55 മുതൽ 62 സീറ്റുകൾ വരെ നേടാം എന്ന് പറയുന്നു. ഒപ്പം തന്നെ BJP 18 മുതൽ 24 സീറ്റുകൾ നേടും. JJP 0 മുതൽ 3 സീറ്റുകൾ, INLD 3 മുതൽ 6 സീറ്റുകൾ വരെ നേടാമെന്നുള്ളതാണ് റിപ്പബ്ലിക് മെട്രിക്സ് സർവേ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ദൈനിക് ഭാസ്കറിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസ് 44 മുതൽ 54 സീറ്റ് വരെ, BJP 15 മുതൽ 29 സീറ്റ് വരെ, JJP 0 മുതൽ 1 സീറ്റ് വരെ, INLD 0 മുതൽ 2 സീറ്റ് വരെ നേടാമെന്ന് ദൈനിക് ഭാസ്കർ ഫലം പ്രഖ്യാപിക്കുന്നു. ധ്രുവിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ കോൺഗ്രസ് 57 സീറ്റുകൾ വരെ നേടും. BJP 27 സീറ്റ്, JJP 3 സീറ്റ്, INLD 2 സീറ്റ്. പീപ്പിൾ പൾസ് നോക്കുമ്പോൾ കോൺഗ്രസ് 49 മുതൽ 61 സീറ്റുകൾ വരെ നേടി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് പീപ്പിൾസ് പൾസ് സർവേ ഫലം പ്രഖ്യാപിക്കുന്നു. BJP 20 മുതൽ 32 സീറ്റ്, JJP 1 സീറ്റ്, INLDയും ഒപ്പം തന്നെ ആം ആദ്മി ഒന്നും തന്നെ സീറ്റുകൾ നേടില്ല എന്നുകൂടിയാണ് പീപ്പിൾസ് പൾസിന്റെ സർവേ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആജ് തക്കിനെ നോക്കുമ്പോൾ ടൈംസ് നൗ നോക്കുമ്പോൾ കോൺഗ്രസ് 55 മുതൽ 62 വരെ, BJP 18 മുതൽ 24 വരെ, JJP 3 സീറ്റ്, INLD 6 സീറ്റ് എന്നിങ്ങനെയാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അതേസമയം ജമ്മു കാശ്മീരിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തമായ കേവല ഭൂരിപക്ഷം ആർക്കും ലഭിക്കില്ല. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കാണ് ജമ്മു കാശ്മീരിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 വർഷത്തിന് ശേഷമാണ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു അക്രമ സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാതെ നടന്ന, വളരെ സമാധാനപരമായി നടന്ന ഒരു പോളിംഗ് ആയിരുന്നു. 3 ഘട്ടങ്ങളായി നടന്നപ്പോഴെല്ലാം തന്നെ കൃത്യമായി 96 ശേഷം നടന്ന ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്ത 63.8% പേർ പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ ആർക്കും ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനാകുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെട്രിക്സ് പോൾ ഫലം നോക്കുമ്പോൾ BJP 25 സീറ്റ്, കോൺഗ്രസ് പ്ലസ് കോൺഗ്രസിനൊപ്പം നാഷണൽ കോൺഫറൻസും ഒപ്പം തന്നെ CPM, JKPP തുടങ്ങിയ പാർട്ടികളുണ്ട്, 12 സീറ്റ് വരെ നേടുമെന്നാണ് മെട്രിക്സ് പോൾ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നത്. PDP 28 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും മെട്രിക്സ് പോൾ ഫലം പ്രഖ്യാപിക്കുന്നു. അതേ സ്വതന്ത്രർ ഉൾപ്പെടെ നിരവധി പേർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതേ 22 പേർ വിജയിക്കുമെന്നാണ് മെട്രിക്സ് പോൾ ഫലം വ്യക്തമാക്കുന്നത്. അതേസമയം പീപ്പിൾ പൾസിന്റെ പോളിലേക്ക് പോകുമ്പോൾ BJP 23 മുതൽ 27 സീറ്റ് വരെ, കോൺഗ്രസ് പ്ലസ് 33 മുതൽ 35 സീറ്റ് വരെ, PDP 7 മുതൽ 11 സീറ്റ് വരെ, അതേ 4 മുതൽ 5 സീറ്റ് വരെ നേടും. ടൈംസ് നൗവിന്റെ കണക്കുകൾ നോക്കുമ്പോൾ BJP 23 മുതൽ 27 സീറ്റ്, കോൺഗ്രസ് പ്ലസ് 46 മുതൽ 50 സീറ്റ് വരെ നേടി അധികാരത്തിലേക്ക് എത്തുമെന്നാണ് ടൈംസ് നൗ പറയുകയും ചെയ്യുന്നത്. PDP 7 മുതൽ 11 സീറ്റ്, അതേസ് നോക്കുമ്പോൾ 4 മുതൽ 6 സീറ്റ് വരെ. അതേസമയം ഇന്ത്യ ടുഡേ നോക്കുമ്പോൾ BJP 27 മുതൽ 32 സീറ്റ്, കോൺഗ്രസ് 40 മുതൽ 48 സീറ്റ് വരെ നേടാമെന്നുള്ള ഒരു ഫലപ്രഖ്യാപനമാണ് ഇന്ത്യ ടുഡേ നടത്തിയിരിക്കുന്നത്. PDP 6 മുതൽ 12 സീറ്റ് വരെ നേടും, അതേസ് 6 മുതൽ 11 സീറ്റ്. റിപ്പബ്ലിക് ഭാരതിന്റെ കണക്കുകൾ നോക്കുമ്പോൾ BJP 28 മുതൽ 30 സീറ്റ് വരെ, കോൺഗ്രസ് പ്ലസ് 31 മുതൽ 36 വരെ, PDP 5 മുതൽ 7 സീറ്റ്, അതേസ് 8 മുതൽ 16 സീറ്റ് വരെ നേടുമെന്ന് റിപ്പബ്ലിക് ഭാരതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആജ് തക്കിന്റെ കണക്കുകൾ നോക്കുമ്പോൾ BJP 27 മുതൽ 32 സീറ്റ് വരെ, കോൺഗ്രസ് പ്ലസ് 40 മുതൽ 48
PDP 6 മുതൽ 12, അതേ 6 മുതൽ 11 വരെ അങ്ങനെ നോക്കുകയാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ ജമ്മുവിൽ 43 സീറ്റുകൾ, കശ്മീരിൽ 47 സീറ്റുകൾ, അങ്ങനെ 90 സീറ്റുകളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 43 സീറ്റുകളിലും ജമ്മുവിൽ നടന്ന 43 സീറ്റുകളിലേക്കും കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികളെ നിർത്താൻ BJPക്ക് ആയിരുന്നു. പക്ഷേ കാശ്മീരിലേക്ക് നോക്കുമ്പോൾ 47 സീറ്റിൽ വെറും 19 ഇടത്ത് മാത്രമാണ് അവർ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ 61 ഇടത്ത് മാത്രമാണ് ജമ്മു കാശ്മീരിൽ അവർ മത്സരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ ജമ്മുവിൽ 43 ഇടത്തുള്ള ആ സീറ്റുകൾ നേടിയാൽ മാത്രമേ അവർക്ക് അധികാരത്തിലേക്ക് വരാൻ സാധിക്കൂ. അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ നമ്മൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ ഒരുപക്ഷേ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത പോകുമ്പോൾ അതായത് സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന അവരെ കൂടി ഒപ്പം നിർത്തി മാത്രമേ ഒരുപക്ഷേ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് അവിടെ കടക്കാൻ സാധിക്കൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ PDP, അത് നമുക്കറിയാം, മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ തവണ നേരത്തെ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടെങ്കിൽ ഇത്തവണ അവരുടെ മകൾ ഇത്തിജ മുഫ്തിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അതിൽ പ്രധാനപ്പെട്ട സർവേ ഫലങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ആധിപത്യം പുലർത്താൻ PDPക്ക് സാധിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്കടുത്ത് നടന്നു നീങ്ങാൻ PDPക്ക് സാധിക്കുകയും ചെയ്തില്ല. അതിലേറ്റവും പ്രധാനമായും പറയേണ്ടത് കോൺഗ്രസ് പ്ലസ്, അതായത് ഇന്ത്യ സഖ്യത്തിൽ ഉള്ള പാർട്ടികൾ തന്നെയാണ്. നാഷണൽ കോൺഫറൻസ്, ഒമർ അബ്ദുള്ളയുടെ പാർട്ടി, അവർ കൃത്യമായ തന്നെ ആധിപത്യം വെച്ചു പുലർത്തും. കോൺഗ്രസിനും കൃത്യമായ ആധിപത്യം വെച്ചു പുലർത്താൻ സാധിക്കും. അങ്ങനെ ചില സർവേ ഫലങ്ങൾ പറയുന്നു കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസിനൊപ്പമുള്ള സഖ്യം ഒരുപക്ഷേ കശ്മീരിലേക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത മാത്രമാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ജമ്മു കാശ്മീർ വെച്ച് നോക്കുമ്പോൾ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഹരിയാനയെ നോക്കുമ്പോൾ ജാട്ട് വിഭാഗത്തെ പിണക്കിയത് BJPക്ക് തിരിച്ചടിയാകുന്നു. ഒപ്പം തന്നെ കർഷകരെ പിറക്കിയത് അത് തിരിച്ചടിയാകുന്നു. ഒപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോയത് അത് അവർക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 10 വർഷത്തിനിപ്പുറം BJP ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എല്ലാ സർവേ ഫലങ്ങളും കോൺഗ്രസിന് അനുകൂലമായി ഹരിയാനയിൽ പോൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും MG മിഥുനാണ് ഏറ്റവും ഒടുവിലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സംബന്ധിച്ചുള്ള ചിത്രം നൽകിയത്. ഹരിയാനയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. അതേസമയം ജമ്മു കാശ്മീരിൽ അത്